മൂൺ ഗോഡസിൻ്റെ കുറേയധികം വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. ആക്ച്വലി മൂൺ ഗോഡസ് കൊടുക്കുന്ന വീഡിയോ തുണികളൊക്കെ തന്നെ വളരെ ഡിലേ ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞൊരു പരാതിയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മൂൺ ഗോഡസ് പിന്നെ മെറ്റീരിയൽ എന്തോ കള്ളത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പരാതി പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം, കുറേ കാലങ്ങളായി ഞാൻ ഇങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ കാര്യം പൊതുസമൂഹത്തെ അറിയിക്കാൻ ശ്രമിക്കും തോറും നമ്മളുടെ ക്യാരക്ടർ അസാസിനേഷനാണ് അപ്പുറത്തുനിന്ന് ചെയ്യുന്നത്. അതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കമൻസ് ഇടുന്നവരെ പോലും ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, പറയാനും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം, ഞാൻ ഇപ്പോൾ കണ്ട വീഡിയോ ആണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, ഇത് മൂൺ ഗോഡസ് നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ്. ഇത് ഏകദേശം 2023 ഞാൻ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. ജൂലൈ മാസത്തിലായിരുന്നു. ഒരു 6 മാസത്തിന് ശേഷമാണ് എനിക്കിത് കിട്ടിയത്. ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 in 1 ആയിരുന്നു. നമുക്ക് സാരിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട് ഇതിനുണ്ടായിരുന്നു. ഒരു ഗൗൺ ആയിരുന്നു ഇതിൻ്റെ ഇന്നർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോഴുള്ള ഡ്രസ്സിൻ്റെ ഒരു പിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ടിരിക്കുന്നത്. കമ്പയർ ചെയ്താൽ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്ന അനുസരിച്ച് ആ കോട്ട് നമുക്കൊരു ബ്ലൗസായിട്ട് കൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഓവർകോട്ട് നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഓവറോൾ എനിക്കിതിൻ്റെ പാറ്റേൺ ഇഷ്ടമായി. ലാസ്റ്റ് ക്രിസ്മസിനാണ് ഞാനത് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ കമൻ്റായിട്ട് എഴുതണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്രയും ഒരു തട്ടിപ്പ് വേറെ ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അവരിട്ടാട്ടി കാണിക്കുമ്പോൾ വേറൊരു ലെവല്, അങ്ങനെയുള്ളൊരു സാധനത്തിന് പിന്നെ അവർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ രീതിയിലാണെങ്കിൽ അതിൻ്റെ ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും. തീർച്ചയായിട്ടും ഇത് കേസ് കൊടുക്കേണ്ടതാണ്. ഇതിന് കൺസ്യൂമർ കോടതിയുണ്ട്, അതിന് കേസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച ശേഷം അതിലേക്ക് ഒരു പരാതി കൊടുക്കുക. ഒരാളും പിറകോട്ട് പോകാതിരിക്കുക. കാരണം നമ്മളുടെ പൈസ, നമ്മളുടെ ടൈമിംഗ് ഒക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. സെക്കൻഡ് തിങ്, നിങ്ങൾ അവർ ഇതുപോലത്തെ മോഡൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് ചെന്ന് അവരെ കൊണ്ട് ഇതേപോലെ തുന്നിപ്പിച്ച് വാങ്ങിക്കുന്നതാണ് നല്ല. അല്ലെങ്കിൽ സ്ത്രീക്ക് കാശ് അയച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യാതിരിക്കുന്നതിന് നല്ലതെന്നാണ് എനിക്ക് പറയുന്നത്. ഒത്തിരി പേരായാലും ഒരുപാട് പേര് അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് പിന്നെയും നിങ്ങൾ അതിനകത്ത് പോയി വീഴുന്ന എന്തടിസ്ഥാനത്തില്ല. അപ്പോൾ അതിനകത്ത് ഒന്നൊരു കമൻറ്റാണിത്. ആ കമൻ്റ് ഒന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യമാണത്. എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ വീണ്ടും 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 പോയി ഇവറ്റുകൾക്ക് പൈസ കൊടുത്ത് ഇവറ്റുകളെ നന്നാക്കാനായിട്ട് മെനക്കെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പല പ്രാവശ്യം പല രീതിയിലുള്ള തട്ടിപ്പുകളും നമ്മൾ പബ്ലിസിറ്റി ചെയ്ത് തരും. ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകാത്തവർ വീണ്ടും പോയി പൈസയ്ക്ക് അതിനകത്ത് വീഴട്ടെ. മുമ്പൊക്കെ തേക്ക് കച്ചവടം എന്ന് പറഞ്ഞ് കുറേ അമ്മമാർ വരുമായിരുന്നു. തേക്ക് കൃഷി, ആരാൻ്റെ പറമ്പിൽ ആരാടെ തേക്ക് വയ്ക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും. പൈസയും കൊടുത്തിട്ട് കാത്തിരിക്കും. പിന്നെ കുറേ LIC ആയിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ ഓരോ തവണ ഓരോ മോഡൽ കള്ളത്തരങ്ങൾ കൊണ്ട് ആളുകളെ പറ്റിക്കാൻ ഇറങ്ങി. ഇതൊക്കെ നമ്മൾ റിവീൽ ചെയ്ത് പറഞ്ഞു തന്ന് കൃത്യമായി തെളിവ് വെച്ച് പറഞ്ഞു തന്നാലും അതൊന്നും തെളിവൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. പിന്നെ അവരെ ട്രസ്റ്റ് ചെയ്ത് തൂക്കി തലയിൽ വെക്കുന്ന സീനാണ് കാണുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയാനാണ്? അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ പറയണ്ട, വീഡിയോ ചെയ്യണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതേപോലെ നമ്മളിപ്പോൾ ഈ പറയുന്നില്ലേ വിസ തട്ടിപ്പ്, അതുമൊക്കെ ഇപ്പോൾ UK ബേസ്ഡ് ഞാനത് തൊടാതിരുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. എത്ര തെളിവ് വെച്ചാലും വീണ്ടും അവൻ ഇത്ര കുറച്ച് പൈസയാണെന്ന് തന്നെ കൊണ്ടു കൊടുക്കും. ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് ആളെ എടുക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുപോകണമെന്ന് അവിടുത്തെ നിയമമുണ്ട്. എന്നിട്ടും അവിടേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ വിസയ്ക്ക് പൈസ കൊടുക്കണമെന്ന് പറയും. അതും ഹ്യൂജ് എമൗണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പൊതുസമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശരിക്കും മനസ്സിലാക്കി പെരുമാറാതെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുപോയി ഒറ്റകൾക്ക് കൊടുത്തിട്ട് പിന്നെ ഇരുന്ന് കരയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ എമൗണ്ടിന് തുണി വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 2000 രൂപ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചി കൊണ്ട് കളഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2000 രൂപയ്ക്ക് ഞാൻ എവിടെ പരാതിക്ക് പോകണമെന്ന് ഒന്നുമല്ല. ഓൺലൈനിൽ കൺസ്യൂമർ കോടതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അയക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള അക്ഷയയോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കൺസ്യൂമർ കോടതിയിൽ ഒരു പരാതി കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. ഓരോരുത്തരും മെനക്കെട്ട് കോടതിയിലൊന്നും പോകണ്ട. നിങ്ങൾ കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ കോടതിയിൽ അവർ പരിഗണിക്കും. മാത്രമല്ല ഇവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും. ഇവർക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടും. നിങ്ങൾക്ക് നഷ്ടപരിഹാരവും വരും. 6 മാസം വരെ ഒരു തുണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് കേൾക്കുന്നത് തന്നെ സത്യം തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വന്നിട്ട്
വന്നിട്ടുള്ള നഷ്ടം നികത്താൻ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഒന്നും കൂടെ വിചിന്തനം ചെയ്യണം. നമുക്കല്ലേ പോയുള്ളൂ, ഇനി നമ്മളിതിനെ കൂടുതലൊന്നും എടുക്കണ്ട, അങ്ങനെയല്ല. ഈ വസ്ത്രം ഉപയോഗിച്ച സ്ത്രീക്ക് അറിയാൻ വേണ്ടി പറയുന്നത് നിങ്ങളെ ഏറ്റവും നന്നായി അവർ പറ്റിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ അളവ് കൃത്യമായിട്ട് എടുത്ത് അവരിട്ടിരിക്കുന്ന അതേ ഫോമിലുള്ള സാധനം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പറയാം. നിങ്ങളുടെ ഫംഗ്ഷനിൽ നിങ്ങളത് എടുക്കേണ്ടിരുന്ന വിധം, ആ ഡേറ്റിന് നഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞിട്ട് 2000 രൂപയല്ല, നിങ്ങളുടെ സമയത്തിനും കൂടെ ഒരു എമൗണ്ട് അവരെടുത്ത് ചോദിക്കുക. അതിൻ്റെ 3 മടങ്ങിൽ 10 മടങ്ങ് പൈസ അവർ നിങ്ങൾക്ക് കോടതി കെട്ടിവെക്കേണ്ടി വരും. കൺസ്യൂമർ കോടതി പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും. സാധാരണ കോടതി പോലെയല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് ആക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മുൻപ് ഇന്ദുലേഖ സോപ്പിൻ്റെ ഒരു പരസ്യത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ ഇത് തേച്ചത് കൊണ്ട് ഞാൻ വെളുത്തു എന്ന് പറഞ്ഞു. അത് കേട്ട ഒരാൾ ആ സോപ്പ് ഉപയോഗിക്കുന്നതായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വാങ്ങിയതിൻ്റെ രേഖയും റെസിപ്റ്റും ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് വെളുത്തില്ല എന്ന് പറഞ്ഞ് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തിട്ട് 35,000 രൂപയാണ് അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് മമ്മൂട്ടി കൊണ്ടുപോയി കൊടുത്തത്. കാരണം 35,000 രൂപ ഒരു സോപ്പിൻ്റെ വിലയൊന്നും അല്ലല്ലോ, അതിൻ്റെ എത്ര മടങ്ങ് അധികമാണ് അയാൾ വാങ്ങിച്ചെടുത്തതെന്ന് അറിയാം. അത് പരാതി കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അത് കോടതിയിലല്ല, കൺസ്യൂമർ കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ സംഗതി അതിനകത്തുള്ളത് അവർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പരാതി കൊടുക്കുക. അത് തന്നെയാണ് ഒരു വൈറ്റനിങ് ക്രീം ആയിരുന്നാലും എന്തായിരുന്നാലും എന്തിനെ ബേസ് ചെയ്താണോ നിങ്ങളത് വാങ്ങിക്കുന്നത്, അത് നിങ്ങൾക്ക് ആയിട്ടില്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഗ്യാരണ്ടി പീരീഡൊക്കെ ഇവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ആ ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് അത് സക്സസ് ആയി തിരിച്ച് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ അവർ പറയണത് അതാണ്. പീരീഡ് കഴിഞ്ഞ് അവർ കൈമലർത്തും. എല്ലാ സാധനങ്ങൾക്കും ഒരു ഗ്യാരണ്ടി പീരീഡ് അവർ തരുന്നതും അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് കൺസ്യൂമർ കോടതി ഉണ്ടെന്നും നമ്മൾ കസ്റ്റമർ ആണെന്നും നമുക്ക് ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുന്നത്. ആ 2000 രൂപയല്ലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കരുത്. ആ 2000 രൂപ 10 പേരിൽ നിന്നാകുമ്പോൾ എത്രയായി? അങ്ങനെ ചതി പറ്റിയ ഒത്തിരി പേരുണ്ടെങ്കിൽ എല്ലാവരോടും ചേർന്ന് കൺസ്യൂമർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കും. ഇവർ ഓൺലൈൻ ത്രൂ തട്ടിപ്പ് നടത്തുന്ന സ്ത്രീയാണെന്ന് കൃത്യമായി മനസ്സിലായി. അവർക്കുള്ള പണി ഗവൺമെൻറ് തന്നെ കൊടുക്കും എന്നുള്ളതാണ് വസ്തുത. അത് അറിയാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ നിർത്തിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 1-2 പേരെ കൊണ്ട് നല്ല രീതിയിൽ കേസ് കൊടുപ്പിച്ച് ഇവരുടെ ആ ലൈസൻസ് തന്നെ റദ്ദാക്കി കയ്യിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വസ്ഥമാകും. എന്നിട്ട് പബ്ലിസിറ്റി കൊടുക്കുക, ഇങ്ങനെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും നിങ്ങൾ അവരെ മന്ദബുദ്ധിയായി പോയി പാടുന്നുണ്ടെങ്കിൽ പോയി പാടിക്കോ എന്ന് പറഞ്ഞ് ഒതുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഇങ്ങനെ പരാതിയുമായിട്ട് ഏതെങ്കിലും യൂട്യൂബറുടെ അടുത്ത് പോയിരുന്ന് കരയുന്നതിലും ഭേദം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ഈ യൂട്യൂബേഴ്സൊക്കെ നിങ്ങളെ ഉപയോഗിക്കൂ എന്നതിനപ്പുറം അവർ നിങ്ങളൊക്കെ കൊണ്ടുപോയി ഇതുപോലൊരു കൃത്യമായ വിവരണമോ എക്സ്പ്ലനേഷനോ ഒരു സഹായമോ ഒന്നും അവർ ചെയ്തു തരത്തില്ല എന്നുള്ളത് ഒരു വലിയ സത്യവുമാണ്. അത് മനസ്സിലാക്കുക. ആരെയും നാണം കെടുത്താൻ നിൽക്കേണ്ട, ആക്ഷൻ എടുക്കുക. ആക്ഷൻ പോലെ വേറൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് വസ്തുത. നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. താങ്ക് യു.